ഹലോ അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഈ ഒരു കൈക്കുഴി എന്ന് പറഞ്ഞത്. അപ്പോൾ ആ കൈക്കുഴി എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വെട്ടുക, അതുപോലെ തന്നെ ചിലവർക്കൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മൾ കൈക്കുഴിയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ചിലവർക്ക് ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. കൈക്കുഴിയുടെ ഭാഗത്തൊരു ഇറിറ്റേഷൻ പോലെ വരിക, അതായത് ഒരു ടൈറ്റ് പോലെ. അതായത് നമ്മൾ കൈക്കുഴിയൊക്കെ വെട്ടുന്ന ടൈമിൽ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൈറ്റൊക്കെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ ചുളിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും എങ്ങനെ നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് കൈക്കുഴി നമുക്ക് വെട്ടാമെന്നും ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയും ഞാൻ ചെയ്തിട്ട് അങ്ങനെ ഒരാളിതുവരെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല നമ്മൾ തയ്ച്ചു കൊടുത്ത ഡ്രസ്സിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടും ബാക്കൊക്കെ നമ്മൾ ഒരേ രീതിയിലാണ് വെട്ടാറ്. ആ ഒരു ഇതിൽ കുഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ വെട്ടാറ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് കൈക്കുഴി വെട്ടുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ കട്ടിംഗ് മാസ്റ്ററാണ് ടൈലറിങ് ക്ലാസ് ആരംഭിക്കുന്നത്. അത് ഇന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പൈസ 500 രൂപയാണ് ഫീസ് വരുന്നത്. ആ പൈസ അടച്ചവർ നമ്മൾ ഉടനടി ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവും. ഇന്ന് മുതലാണ് സ്റ്റാർട്ടിങ്. 3 മാസമാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്. ആ 3 മാസത്തിന് ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നത് 500 രൂപയാണ് വാങ്ങിക്കുന്നത്. ആ 3 മാസം വരെ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ചെയ്യുക. അത് കട്ടിംഗ് മാസ്റ്റർ നിങ്ങൾക്ക് അതിൻ്റെ സംശയങ്ങളൊക്കെ ഗ്രൂപ്പിൽ ചോദിക്കുകയാണെന്ന് വെച്ചെങ്കിൽ എന്താ അറിയാത്ത ഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കട്ടിംഗ് മാസ്റ്റർ ക്ലിയർ ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ ഇന്നാണ് കട്ടിംഗ് മാസ്റ്റർ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ മാസ്റ്റർ ഞാൻ വിളിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ സമയം പറയാത്തത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ആളുടെ റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഗ്രൂപ്പിൽ തന്നെ അറിയിക്കും. അതിനായിട്ടൊരു ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പൈസ അടച്ചവരെ നമ്മൾ നേരിട്ട് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് കൈക്കുഴി എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് വെട്ടാന്നുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ കൂടെ ഇതും പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടുള്ളതാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതങ്ങോട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ അളവ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു അളവാണ് ഞാനിപ്പോൾ ഇതിൽ എഴുതി വെച്ചിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സ് എടുത്തിട്ട് അതുപോലെ വേണം നിങ്ങൾ ചെയ്യാനിട്ടാണ്. അപ്പോൾ ഞാൻ മൊത്തം ഷോൾഡർ, അതായത് ആദ്യം നമ്മൾ ലെങ്ത്ത് കാര്യങ്ങളൊക്കെയാണ് എടുക്കുക. ലെങ്ത്ത് അതുപോലെ തന്നെ വിഡ്ത്ത് ഒക്കെയാണ് എടുക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്തായാലും എനിക്ക് ലെങ്ത്ത് വരുന്നത് ഞാനത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കിട്ടിയിട്ടുള്ളത് 20. അപ്പോൾ ഒരു 18 ലെങ്ത്തും 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചോക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ ഒരു ഭാഗം പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് കൈക്കുഴിയാണല്ലോ നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഷോൾഡർ ഒരു 14. അപ്പോൾ ഷോൾഡർ നമുക്ക് 14 കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ അപ്പോൾ തുണി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഷോൾഡർ നമുക്ക് മൊത്തം കിട്ടുന്നത് 14ആണ്. അപ്പോൾ അതിൻ്റെ പകുതി എത്രയാണോ 7. അപ്പോൾ ആ 7ആണ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. കണ്ട, ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളുടെ ഷോൾഡർ എത്രയാണോ, അപ്പോൾ എൻ്റെ ഷോൾഡർ ഞാൻ അളവെടുത്തപ്പോൾ കിട്ടിയത് 14ആണ്. അതിൻ്റെ പകുതി 7. അപ്പോൾ 7 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കണം. നമ്മൾ അടയാളപ്പെടുത്തി, അതായത് ഇവിടെ അങ്ങോട്ട് മൊത്തം നമുക്ക് വരുന്നത് 14ആണ്. അവിടെ നിങ്ങൾ അതിൻ്റെ പകുതി 7. അപ്പോൾ 7 അടയാളപ്പെടുത്തിയിട്ട് ഒരു മിനിറ്റ് ഇട്ടാൽ ചോക്ക് വേറെ കളറുണ്ടോ നോക്കട്ടെ. അപ്പോൾ ഷോൾഡർ നമ്മൾ 7 അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത്ത്, അതായത് ആം ഹോളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയാണോ, അതായത് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്, ഞാൻ എൻ്റെ അളവിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് 6.5ആണ്. അപ്പോൾ 6.5 ഇവിടെ ഇത് അടയാളപ്പെടുത്തി. എന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റായിട്ട് ഒരു
വര വരച്ചു കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ അതായത് മൊത്തം ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി 7. അപ്പോൾ 7 നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇനി ആം ഹോളിൻ്റെ ലെങ്ത്ത് എത്രയാണോ അപ്പോൾ അതിൽ നമ്മളിവിടെ അടയാളപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 6.5. അപ്പോൾ അത് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി ചെസ്റ്റ് അളവ്, അതായത് നമുക്ക് ചെസ്റ്റിൻ്റെ അളവ്, നമ്മളിവിടുത്തെ ചെസ്റ്റ് ഉണ്ടാവില്ല, ആ ചെസ്റ്റിൻ്റെ അളവ് എനിക്ക് വരുന്നത് മൊത്തം 40 ആണ്. അപ്പോൾ 40ൻ്റെ ഭാഗം, അതായത് മൊത്തം ചെസ്റ്റ്, ഇവിടുന്ന് കൊണ്ടുള്ള ചെസ്റ്റ്, ചുരിദാർ നിവർത്തിയിട്ടിട്ട് അതിൻ്റെ മൊത്തം ചെസ്റ്റ് നോക്കുക. അതിൻ്റെ കാലിലൊരു ഭാഗം, അതായത് കാൽഭാഗം എന്ന് പറയുമ്പോൾ 10, അര പറയുമ്പോൾ 20, കാഭാഗം പറയുമ്പോൾ 10. അപ്പോൾ 10 നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചെസ്റ്റ് 10 കിട്ടിയിട്ടുള്ളത്. 10ൽ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണം. ഇവിടെയാണ് നമുക്ക് 10 വരിക. അതിൽ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയാൽ 12 നമുക്ക് വരുന്നത്. കണ്ടോ? അപ്പോൾ നമ്മളിത് നേരെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അതായത് കൈക്കുഴി 6.5, ചെസ്റ്റ് 10, അതിൽ കൂടെ 2 ഇഞ്ച് 12. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാനത്, നമുക്ക് ഇവിടുന്ന് ആം ഹോൾ കർവ് വേണം. അതായത് ഈ ചെസ്റ്റിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടും ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടും നോക്കിയിട്ട് ഇവിടുന്ന് 1 ഇഞ്ച് ഉള്ളിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇത് കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ഈ ചെസ്റ്റിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ എത്തുമ്പോൾ നമ്മളൊന്നിങ്ങനെ കർവ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ചെസ്റ്റ് ഭാഗത്തു നിന്ന് ഇങ്ങനെ നേരെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഇവിടേക്കൊരു കർവ് കൊടുത്ത് ആ ഒരു കുത്തുണ്ടല്ലോ, ആ കുത്തിരുന്ന് നേരെ ഇതിലേക്ക് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പല ആളുകളും ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഇതിൽ ഞാനിത് ചെയ്യണതും ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതും ഈ ഒരു ഇതിലാണ്, ഈ ഒരു മെത്തേഡിൽ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ ഒരു കർവ് വരച്ചു കൊടുത്ത്, അതായത് നമ്മളൊന്നിങ്ങനെ ഒരു കുനിപ്പ് പോലെ വരണം കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ. അപ്പം അതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുക, ഒരു കർവ് പോലെ നമ്മൾ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് അടുത്തത് അതായത് ഇനി നമുക്ക് കൈക്കുഴി ഒന്ന് കുഴിച്ചിട്ട് വരച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്കിവിടെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കണം. അതിന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ 1 ഇഞ്ച് ഇതാക്കിയിട്ട് നമ്മൾ കുഴിച്ച് വെട്ടിക്കൊടുത്ത്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് പറയാം, ഷോൾഡറിൻ്റെ ഇവിടുന്ന് താഴേക്ക് ഒരു 4 ഇഞ്ച് ഇതിൽ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 2.5 ഇഞ്ച് നമ്മൾ ഇവിടെ താഴത്തേക്കും അടയാളപ്പെടുത്തി കൊടുക്കുക. മനസ്സിലായോ? ഈ ഒരു ഭാഗമാണ് നമുക്ക് ഡ്രസ്സ് ഇടുന്ന ടൈമിലൊക്കെ ചെസ്റ്റൊക്കെ ഇങ്ങനെ ഇറുകിയിട്ടൊക്കെ പോവാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അതായത് കൈക്കുഴിയുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് നമ്മളൊരു 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. ചെസ്റ്റിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 2.5 ഇഞ്ചും നമ്മൾ അടയാളപ്പെടുത്തുക. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച്, അതായത് ഈ കർവിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ഉണ്ടല്ലോ അതായത് ഈ ചെസ്റ്റിൻ്റെ ഇവിടുന്ന് നമ്മൾ ഒരു 2.5 ഇഞ്ചിലാണ് നമ്മളിത് മാർക്ക് ചെയ്തിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ അതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഇങ്ങനെ വന്ന്
വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇതിൻ്റെ ഈ എഡ്ജിൽ മുട്ടിക്കും. ഈ എഡ്ജിൽ മുട്ടിച്ചതിന് ശേഷം ഇവിടെ നിങ്ങോട്ട് ഇതിലേക്ക് ഈ ഒരു 4 ഇഞ്ചിലേക്ക് നമ്മൾ മുട്ടിച്ച് കൊടുക്കുക. കണ്ട, മനസ്സിലായ? ഇത്രയും കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതായത് നമ്മൾ മൊത്തം ഷോൾഡർ എത്രയാണോ എടുത്തത്, അതായത് ഷോൾഡറിൻ്റെ ഇവിടുന്ന് കൈക്കുഴി നമ്മൾ എടുത്തിട്ടുള്ളത് 6.5 എടുത്തിട്ടുള്ളത്. ചെസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് 10.5. അതിൽ കൂടെ 2 ഇഞ്ച് തയ്യലും കൂടെ കൂട്ടിയിട്ട് 12 നമ്മൾ അടയാളപ്പെടുത്തി. പിന്നെ ഷോൾഡറിൻ്റെ അവിടുന്ന് പകുതി ഒരു 4 നമ്മൾ അടയാളപ്പെടുത്തി. ചെസ്റ്റിൻ്റെ ഇവിടുന്ന് നമ്മളൊരു 2.5 നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മൾ ആദ്യം വരച്ച കൈക്കുഴിയുടെ അവിടെ നിങ്ങോട്ട് 1/2 ഇഞ്ചിൽ ഒരു കുത്ത് ഇവിടെ ഇട്ടു. എന്നിട്ട് നമ്മൾ ഈ 2.5 നിന്ന് തുടങ്ങി ഈ കുത്തിൽ അവസാനിച്ച് ഈ കുത്തിൽ നിന്ന് നേരെ ഈ 4ലേക്ക് നമ്മൾ കൊടുത്തു. അപ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ നല്ലൊരു പെർഫെക്റ്റായിട്ട് ഫിറ്റ് കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് നമ്മുടെ ചെസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ ഈ ഒരു ഐഡിയയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവും കാര്യങ്ങളും ഇല്ല. എൻ്റെ കസ്റ്റമറും അത് നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് പോണത്. അപ്പോൾ പല മെത്തേഡിൽ പല ആളുകളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതുപോലെ കുഴിച്ച് വെട്ടി ഇനി നമ്മൾ ഇങ്ങനെ വന്ന് ഇതിൽ കൂടെ വന്ന് കുഴിച്ച് വെട്ടി ഇങ്ങനെ വന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ നിർത്തിയതിന് ശേഷം പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. അതായത് നേരെ ഈ ഒരു ഷോൾഡറിൻ്റെ അവിടുന്ന് തുടങ്ങി ഈ ഒരു ഇതിൽ കൂടെ വന്ന് അങ്ങനെ കുഴിച്ച് വന്ന് ഇതുപോലെ വന്ന് ഈ 2.5 ഇവിടുന്ന് ഇങ്ങനെ കയറിയിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു എഡ്ജിൽ ഒന്ന് മുട്ടി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നേരെ സ്ട്രെയിറ്റായിട്ട് വരച്ചെടുക്കുക. ഇതാണ് നമ്മുടെ കൈക്കുഴി വരുന്നത്. ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ കസ്റ്റമർക്കാണെങ്കിലും നമുക്കാണെങ്കിലും കൈക്കുഴി വെട്ടി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കൈക്കുഴിയും അപ്പോൾ ചെസ്റ്റ് ചിലർക്കൊക്കെ ഇങ്ങനെ ഇടുങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജും കമൻറ്റിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കൈക്കുഴി വെട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.